നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം ആളുകളെ ഓരോ വർഷവും തൂക്കിക്കൊല്ലുന്ന രാജ്യം ഇറാനാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ പോലും ഇക്കാര്യത്തിൽ അവിടെ വിട്ടുവീഴ്ചയില്ല. ഓരോ വർഷവും എത്രയോ സ്ത്രീകളെയാണ് അവിടെ അവർ വധശിക്ഷയ്ക്കും വിധേയരാക്കുന്നത്. ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട ഒരു വാർത്ത നമ്മെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് ബാലവധുവായിരുന്ന ഒരു പെൺകുട്ടി, ഇപ്പോൾ അവർക്ക് 25 വയസ്സ് പ്രായമാണ്. അവർ ബ്ലഡ് മണിയായി 80,000 പൗണ്ട് ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് നൽകിയാൽ അവർക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാം എന്നുള്ളതാണ് കേസ്. ഗോളി കൗഖാൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. 12 വയസ്സുള്ളപ്പോഴാണ് കൗഖാനെ വിവാഹം കഴിച്ച് അയച്ചത്. 13 വയസ്സുള്ളപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയുമായി മാറി. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നിരന്തരമായി അവർ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. പലതവണ അവർ സ്വന്തം വീട്ടിലേക്ക് ഓടിയെത്തിയെങ്കിലും വീട്ടുകാർ തിരികെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നു. ഒരു ദിവസം തൻ്റെ കുഞ്ഞിനെ ഭർത്താവ് അതിഭീകരമായി മർദ്ദിക്കുന്നത് കണ്ട കൗഖാൻ തൻ്റെ ഒരു ബന്ധുവിനെ സഹായത്തിനായി വിളിച്ചിരുന്നു. തുടർന്ന് വന്ന ബന്ധുവും ഭർത്താവും തമ്മിൽ സംഘർഷമുണ്ടാകുകയും അത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയും അങ്ങനെ ഭർത്താവ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ബന്ധുവിനെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ കൗഖാനെയും കേസിൽ പ്രതിയാക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് വധശിക്ഷ വിധിച്ചത്. അവരുടെ മകൻ ഇപ്പോൾ 11 വയസ്സായി. ആ കുഞ്ഞ് അമ്മമ്മയോടൊപ്പമാണ് കഴിയുന്നത്. ഈ 80,000 പൗണ്ട് അടയ്ക്കാൻ കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും വധശിക്ഷ നടപ്പിലാക്കും എന്നാണ് വ്യവസ്ഥയുള്ളത്. കൗഖാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അവർക്ക് ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഒരു കൊച്ചുകുട്ടിയെ വിവാഹം കഴിച്ചയപ്പിക്കുകയായിരുന്നു ഒരാൾ. വെറും 12 വയസ്സ് വരെ വിവാഹം കഴിച്ചയക്കുകയായിരുന്നു. കൗഖാന് സ്വന്തമായി ഒരു അഭിഭാഷകനെ വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല. ഈ ഘട്ടത്തിൽ സർക്കാർ തന്നെ അവർക്കായി ഒരു അഭിഭാഷകനെ നിയോഗിച്ചിരുന്നുവെങ്കിലും കോടതി അവർക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുകയാണ് കൗഖാൻ. ഇവർക്ക് വേണ്ടി വിവിധ സംഘടനകൾ ഇപ്പോൾ ധനസമാഹരണത്തിനായി ഇറങ്ങിയിട്ടുണ്ട്. അതല്ലാതെ ഇറാനിൽ മറ്റു വേറെ പോംവഴികളില്ല. അവിടുത്തെ നിയമങ്ങളെല്ലാം തന്നെ 1979 ശേഷം ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് അവിടെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്. ഒരാളിനെ കൊന്നാൽ പകരം ആ കൊന്ന വ്യക്തിയെയും കൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. അതേസമയം മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് കൊന്ന വ്യക്തി പണം നൽകിയാൽ അവർക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുകയും ചെയ്യും. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഇറാനിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്നാണ്. 2025 അതായത് ഈ വർഷവും ഇനി അവസാനിക്കുന്ന 1 മാസം ഉള്ളപ്പോഴും ആയിരക്കണക്കിന് ആളുകളെ ഇതിനോടകം അവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇറാനിലെ വധശിക്ഷയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ പരസ്യമായി തൂക്കുമരത്തിന് പകരം ക്രെയിനുകളിൽ കെട്ടി തൂക്കി കൊല്ലുന്നതാണ് അവിടുത്തെ രീതി. മനുഷ്യരെ ഇഞ്ചിഞ്ചായി വേദന അനുഭവിപ്പിച്ച് അതിക്രൂരമായി കൊല്ലുന്നതാണ് ഇവിടുത്തെ രീതി. മാത്രമല്ല ഇത് കാണാനായി നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്ന പതിവുണ്ട്. ആളുകളെല്ലാം ചുറ്റും നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ വ്യക്തിയെ ഈ ക്രെയിനിൽ കെട്ടിത്തൂക്കി കൊല്ലുന്നതും. ഏതായാലും കൗഖാൻ്റെ കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും നടപടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ഈ മനുഷ്യാവകാശ സംഘടനകൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ നിയമവരെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇറാനിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ പണം കെട്ടിവെച്ചാൽ മാത്രമേ ഈ യുവതിയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ മകൻ്റെ ഭാവിയെ കരുതി ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ. ഇറാനിൽ ഈ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന 38ാമത്തെ സ്ത്രീയാണ് കൗഖാൻ. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങളുള്ള സ്ത്രീകളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൂക്കിക്കൊന്ന് അക്കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഇറാൻ. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യവും ഇറാൻ തന്നെയാണ്.